بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും. ഇന്ന് എടുക്കുന്ന വീഡിയോ 224 കൗസർ സൂറത്താണ് ഇതിലെടുക്കുന്നത്. ഇന്നായത്തേനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത്. ഇത് മക്കയിൽ അവതരിച്ചതാണ്. 3 ആയത്തുകൾ മാത്രമേ ഇതിലുള്ളൂ. ഇന്നായത്തേനാക്കൽ കൗസർ എന്ന സൂറത്തിനെ സംബന്ധിച്ച് ആ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ, നബിക്ക് അള്ളാഹു വളരെയധികം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നബിയെ ഓർമ്മിപ്പിക്കുകയാണ്. ദുന്യാവിലും ആഖിറത്തിലും വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു നിഅമത്താണ് കൗസർ എന്ന് പറയുന്ന ഒരു നദി, ഒരു ജലാശയം. പിന്നെ അല്ലാഹു തആല പറയുന്നത്, 2-ാമത്തെ ആയത്തിലായിട്ട് പറയുന്നത്, നമസ്കരിക്കുക, ശേഷം അറവ് നടത്തുക. ഈ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. കൗസർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ തോത് ധാരാളമുള്ളതിനാണ് കൗസർ എന്ന് പറയുന്നത്. നഹർ എന്ന് പറയുന്നത് ഒട്ടകത്തെ അറുക്കുന്നതിനാണ് പറയാം. പിന്നെ മൃഗങ്ങൾ ഏതറുക്കുന്നതിനും ഉപയോഗിക്കുന്നു. അത് ഈ സൂറത്തിനൊരു പശ്ചാത്തലമുണ്ട്. ആസിബിൻ വായിൽ എന്ന് പറയുന്ന ഒരു അവിശ്വാസിയായ മനുഷ്യൻ റസൂലിനെ പുച്ഛിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. റസൂലിൻ്റെ ഒരു മകൻ, ചെറിയ കുട്ടി മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു പോവുകയാണ്. ഇനി ഇയാളും മരിച്ചാൽ ഒരാളും, റസൂലിനെ പറ്റി പറഞ്ഞ ഇയാൾ മരിച്ചാൽ ഒരാളും മുഹമ്മദിനെ പറ്റി ഓർക്കാനോ പറയാനോ ആരും ഉണ്ടാവില്ല എന്ന് ഒരു പരിഹാസം രൂപേണ അദ്ദേഹം സംസാരിച്ചു. ഇത് കേട്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തക്കതായ മറുപടി കൊടുക്കുന്നതാണ് സന്ദർഭം. ഞാൻ ആയത്തിലേക്ക് പ്രവേശിക്കാം. കൂടുതൽ വിശദീകരണം അപ്പോൾ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. തീർച്ചയായും നമ്മൾ അഅ്തൈനാക നബിയെ തങ്ങൾക്ക് നാം നൽകി. അൽ കൗസർ ധാരാളം നിഅമത്തുകൾ നൽകി. ധാരാളം നിഅമത്തുകൾ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നബിയോട് അല്ലാഹു പറയാണ്, ഈ നിഅമത്തിൽപ്പെട്ടതാണ് കൗസർ എന്ന് പറയുന്ന നദി അല്ലെങ്കിൽ ജലാശയം. കൗസറിനെ പറ്റി പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗത്തിലുള്ള ഒരു നദി. അതിലുള്ള മണ്ണ് കസ്തൂരിയേക്കാൾ വാസനയുള്ളതും വെള്ളം മാധുര്യമുള്ളതാണ്, തേനിനേക്കാൾ മധുരമുള്ളതും, അബീദ് മിന സരജ്, ഐസിനേക്കാൾ വെളുത്തതും ആയ ഒരു നദിയാണ്. പിന്നെ അതിൻ്റെ ഇരുപാർശ്വങ്ങളും സ്വർണത്താൽ ഉള്ളതും, അതിൻ്റെ ജലം ഒഴുകുന്നത് വലിയ വിലമതിക്കാത്ത രത്നങ്ങളിലൂടെയാണ്. ഇങ്ങനെയൊക്കെയാണ് ആ നദിയെ സംബന്ധിച്ച് ഹദീസിൽ വിവരണമുള്ളത്. ആരെങ്കിലും അതിൽ നിന്ന് ഒരു തുള്ളി കുടിച്ചാൽ, ഒരിക്കൽ ആരെങ്കിലും പാനം ചെയ്താൽ, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവന്
ദാഹം ഉണ്ടാവില്ല എന്നാണ്. മൻശരിബ മിൻഹു ഷുർബത്തൻ ലം യദ്മ ബഅദഹ അബദൻ. ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി, പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാവില്ല. ഈ കൗസർ എന്ന് പറയുന്ന ഇതിനെ സംബന്ധിച്ച് കൗസർ എന്ന വാക്കിന് ഒരർത്ഥമാണ് ധാരാളം ഞാമത്തുകൾ എന്നുള്ളത്. അപ്പൊ കൗസറിന് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ 26 മീനിങ്ങുകളുണ്ട്. അതിന് പിന്നെ തഫ്സീറുകളിൽ 26 അർത്ഥങ്ങൾ അല്ലെങ്കിൽ 26 കൗലുകൾ ഇതിനെ സംബന്ധിച്ചുണ്ട്, കൗസറിനെ സംബന്ധിച്ച്. അതിൽ വെച്ച് സഹീഹായ ഇത് നമ്മൾ എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അത് പിന്നെ കൗസർ എന്ന് പറഞ്ഞാൽ നെഹ്റുൻ ഫിൽ ജന്ന നെഹ്റുൻ, അത് ഇങ്ങനെയാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഹുവ നെഹ്റുൻ വഅദനീഹി റബ്ബി, അതൊരു ജലാശയമാണ്. വഅദനീഹി, അതിനെ അള്ളാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വഅദനീഹി റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് വാഗ്ദത്തം ചെയ്തതായ ഒരു നെഹ്റാണ്, തരാമെന്ന് വാഗ്ദത്തം ചെയ്തതായ ഒരു ജലാശയമാണ്. ഫീഹി ഖൈറുൻ കസീറുൻ, അതിൽ ധാരാളം നന്മയുണ്ട്. ഹുവ ഹൗലുൻ, അതൊരു ജലാശയമാണ്. തെരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ എൻ്റെ സമുദായത്തിൽ മുഴുവൻ ആളുകളും അതിന് സമീപം ഒരുമിച്ച് കൂടും. അപ്പൊ എല്ലാവർക്കും കുടിക്കാനുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ കപ്പുകൾ വേണ്ടേ? അതിനല്ല ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ആനിയത്ത് അതതൻ നുജൂം, അതിലുള്ള പാത്രം കുടിക്കാനുള്ള പാത്രങ്ങൾ നക്ഷത്രങ്ങളെക്കാൾ അധികമുണ്ട്. ഇങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കൗസർ എന്ന് പറയുന്ന ആ നദിയാണ് അല്ലെങ്കിൽ ജലാശയമാണ് അതിൻ്റെ പ്രബലമായ അഭിപ്രായം. എന്തായാലും ധാരാളം നന്മകൾ ചെയ്ത കൂട്ടത്തിൽ ഈ നദിയും പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ 2 മീനിങ്ങും നമുക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇന്നായത്തേനാക്കൽ കൗസർ, തീർച്ചയായും താങ്കൾക്ക് നാം നൽകി അൽ കൗസർ ധാരാളം ഞാമത്തുകൾ. അതിൽപ്പെട്ട നെഹ്റ് എന്ന് പറയുന്ന കൗസർ എന്ന് പറയുന്ന നദിയും അല്ലെങ്കിൽ ജലാശയവും പെടും. പിന്നെ ഫസ്വല്ലി റബ്ബിക വൻഹർ, സ്വല്ലി നിങ്ങൾ നമസ്കരിക്കണം, റബ്ബിക്ക റബ്ബിനായിട്ട് നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങളുടെ രക്ഷിതാവിനായിട്ട് നിസ്കരിക്കണം. വൻഹർ, നിങ്ങൾ അറുക്കുകയും ചെയ്യുക. ഇത് ഏകദേശം പെരുന്നാൾ ദിവസത്തിൽ നമസ്കരിക്കലും നഹർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ ആ ഉലഹിയത്തായിരിക്കാം ഉദ്ദേശം. ഇവിടെ മുശ്രിക്കുകൾ അവര് ജാഹിലിയ്യ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്കും ഈ നമസ്കാരം ഇങ്ങനെ അറുക്കലും ഉണ്ടായിരുന്നു. പക്ഷെ നമസ്കാരം അവര് നമസ്കരിച്ചാൽ അതിന് ശരിയാവില്ലല്ലോ. കാരണം മുശ്രിക്കാണ്, അള്ളാഹുവിന്റെ വിശ്വാസമില്ലാതെ നിസ്കരിച്ചാൽ പിന്നെ അതിന്റെ ഫലമില്ല. മസലുല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിയാത്തിൻ യഹ്സബുഹുൽ ലംആൻ, അവിശ്വാസികൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഒരു മരീചിക പോലെയാണ്. അത് അകലെ നിന്ന് നോക്കിയാൽ വെള്ളമാണെന്ന് തോന്നും, അടുത്തെത്ത് നോക്കിയാൽ ഒന്നും കാണില്ല. ഇങ്ങനെ ഒരു പിന്നെ ആയത്തുണ്ട്. വേറെ ആയത്തിൽ എന്താ പറഞ്ഞ മസലുല്ലദീന കഫറു അഅ്മാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹിർ, കാറ്റിന് പാറിപ്പോകുന്ന വെണ്ണീർ പോലെയാണ് അവിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനും വിലയില്ല. അതുപോലെ തന്നെ മുശ്രിക്കുകളുടെയും പ്രവർത്തനങ്ങൾക്കൊന്നും വിലയില്ല. ഏതായാലും അവര് ജാഹിലിയ്യ കാലത്ത് അനുഷ്ഠിച്ച ചില അനുഷ്ഠാനങ്ങളുണ്ട്. അതനുസരിച്ച് അവർ നമസ്കരിക്കുന്ന നമസ്കാരം
നമ്മൾ ചെയ്യുന്ന നമസ്കാരം പോലെയല്ല. അത് ചൂളം വിളിയോടും പിന്നെ കൈയടിച്ചും കൊണ്ട് ഒക്കെ ആയിരുന്നു. ഒരു തിക്കും തിരക്കും കൂട്ടിയിട്ടുള്ള ഒരു നിസ്കാരമായിരുന്നു. ചൂളം വിളിയും കൈയടിക്കലും അങ്ങനെയുണ്ട്. നിസ്കാരത്തിന് മുമ്പായിട്ട് അങ്ങനെയുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്താവും തിക്കും തിരക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതായിരുന്നു അവരുടെ നമസ്കാരം. മാത്രമല്ല, നമസ്കാരം കഴിഞ്ഞാൽ അറുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വിഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അറുക്കൽ. അപ്പൊ ഈ രണ്ട് കാര്യം അവർ ചെയ്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിക്കുന്നത് ഏത് നിലയ്ക്കാണ്? തൗഹീദും ഇഖ്ലാസും. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, പിന്നെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് അറുക്കുക. ഇത് രണ്ടും അള്ളാഹു കൽപ്പിക്കുക. ഫസല്ലി, നമസ്കരിക്കുക, നബി ലി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി, വൻഹർ, നിങ്ങൾ അറുക്കുകയും ചെയ്യുക. അപ്പോ തൗഹീദും ഇഖ്ലാസുമാണ് അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത്. മുശ്രിക്കീങ്ങളുടെ അതിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ടായിരുന്നു അവരുടെ പ്രവർത്തനം. മുശ്രിക്കീങ്ങൾ ഇന്ന ഷാനിയക്ക ഹുവൽ അബ്തർ, ഇന്ന ഷാനിയക്ക, മൂന്നാമത്തെ ആയത്ത്, ഇന്ന ഷാനിയക്ക, തീർച്ചയായും നിന്നെ വെറുക്കുന്നവൻ അവൻ തന്നെയാണ് അൽ അബ്തർ, എല്ലാ നന്മയും നഷ്ടപ്പെട്ടവൻ. ഇന്ന ഷാനിയക്ക, തീർച്ചയായും നിന്റെ ശത്രു, അതല്ലെങ്കിൽ നിന്നെ വെറുക്കുന്നവൻ, അവൻ തന്നെയാണ് നന്മയെല്ലാം നഷ്ടപ്പെട്ടവൻ. ഇത് നേരത്തെ നാം പറഞ്ഞതുപോലെ ആസിബിൻ വായിൽ എന്ന് പറയുന്ന ഒരു കക്ഷി, കാഫിറായ മനുഷ്യനാണ്, അവിശ്വാസിയാണ്. അവൻ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിച്ച് ഒരു പരിഹാസം നടത്തി. പരിഹസിച്ചുകൊണ്ട് ഒരു പദപ്രയോഗം നടത്തി. അതെന്തായിരുന്നു? ഈ മനുഷ്യൻ, ഈ മുഹമ്മദ് എല്ലാം നഷ്ടപ്പെട്ട ഒരാള്. കാരണം ഇവന് കുട്ടികളില്ല, എല്ലാ കുട്ടികളും മരിച്ചു പോവുക. പിന്നെ ഇയാളും മരിച്ചു കഴിഞ്ഞാൽ ഒരാളും ഇയാളെ പറ്റി പറയാനുണ്ടാവില്ല, ഓർക്കാനുണ്ടാവില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുമെന്ന റസൂലിനെ സംബന്ധിച്ച് റസൂലിന്റെ ഒരു പുത്രൻ മരിച്ച സമയത്ത് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മറുപടി കൊടുക്കുക. അതാണ് ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിന്നെ വെറുക്കുന്ന ആ കക്ഷി തന്നെയാണ് അബ്തറായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ട അവനായിട്ട് നിലകൊള്ളുന്നത് അവൻ തന്നെയാണ് എന്നാ ഇവിടെ പറഞ്ഞത്. ഈ കാഫിർ തന്നെ. കാരണം ഇവൻ മരിച്ചു പോയാല് ഇവനും സന്താനങ്ങൾ കുറേയുണ്ട്. ഇപ്പൊ റസൂലിന്റെ സന്താനങ്ങൾ ഒരു മകൻ മരിച്ചപ്പോഴാണ് അവൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. എന്നാൽ ഇവന് ധാരാളം മക്കൾ ഉണ്ടെങ്കിൽ പോലും ഇവനെ ആരും ഓർക്കുകയോ ഇവനാരും പറയുകയോ ഓർമ്മിക്കുകയോ ചെയ്യില്ല. അല്ലാഹു തആല പറയാം. കാരണം അവൻ മബ്തൂറാണ്. അബ്തർ എന്ന വാക്ക് അവൻ ഉപയോഗിച്ചെങ്കിൽ അവൻ മബ്തൂറാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് മബ്തൂർ. റഹ്മത്തില്ല. അവനെ ഓർക്കുന്നത് ലാനത്തോടു കൂടിയല്ലാതെ അവനെ ഓർക്കുകയോ പറയുകയോ ഇല്ല എന്ന് അല്ലാഹു തആല പറയാം. ലാനത്ത് എന്ന് പറഞ്ഞാൽ ലാനത്തുല്ലാഹി അലൈഹി എന്ന് നാം പറയുമല്ലോ. ഇബ്ലീസിന്റെ പേര് കേട്ടാൽ നമ്മൾ ചൊല്ലും ലാനത്തുല്ലാഹി അലൈഹി. പിന്നെ അബൂലഹബിന്റെ പേര് കേട്ടാൽ നമ്മൾ ചൊല്ലും ലാനത്തുല്ലാഹി അലൈഹി. അതുപോലെ അബൂജഹലിന്റെ പേര് കേട്ടാൽ ലാനത്തുല്ലാഹി അലൈഹി. പോലെയുള്ള ഒരു കക്ഷിയാണ് ഇവനും. ആസിബിൻ വായിൽ എന്ന് പറയുന്നത്. നബിയെ വല്ലാതെ ദ്രോഹിക്കുക, പരിഹസിക്കുക ഒക്കെ ചെയ്ത വ്യക്തിത്വം എന്ന് പറയുന്നത് വ്യക്തികളാണ്.
അബൂജഹൽ, അബൂലഹബ്, ഈ ആസിബിൻ വായിൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അതുകൊണ്ട് അവരെ പറയപ്പെടുകയോ ഓർക്കുകയോ ചെയ്യുന്നത് ലാനത്തോടു കൂടി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. നബിനെ എല്ലാവരും ഓർക്കുകയും എല്ലാ രംഗങ്ങളിലും പറയപ്പെടുകയും നബിയെ പറ്റി പറയുന്നത് ലോകത്ത് ഒരു സെക്കൻഡ് പോലും ഒഴിവാവാത്ത നിലക്ക് നബിയെ പറ്റി പറയപ്പെടുന്നുണ്ട്. ഇത് ഖിയാമത്ത് നാൾ വരെ തുടരും. ഇപ്പൊ ബാങ്ക് പലയിടത്തും പല ടൈമിലാണല്ലോ. എല്ലാത്തിലും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്തു ഷഹാദ അവിടെ ഉച്ചരിക്കുന്നുണ്ട്. ഓരോ മുഅദ്ദിനും ഉച്ചരിക്കുന്നുണ്ട്. ഇതിന് ശരിക്ക് നോക്കുകയാണെങ്കിൽ ലോകത്ത് എല്ലാ സമയത്തും ബാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രംഗങ്ങളിലും ഒരു 4 ആള് കൂടിയ ഒരു രംഗത്ത് റസൂലിനെ സംബന്ധിച്ച് പറയാത്തതില്ല. ഏത് മനുഷ്യനും നബിയെ പറ്റി ഓർക്കുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഈ നിലയിലുള്ള സ്വലാത്തും സലാമും റസൂലിന് എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എഴുത്തുകാരാവട്ടെ, പ്രാസംഗികന്മാരാവട്ടെ, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാവട്ടെ, ഇമാമോടുകൂടി നമസ്കരിക്കുന്നവരാവട്ടെ, എല്ലാവരും റസൂലിനെ പറ്റി എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അപ്പോൾ ഇവനെ പറ്റിയോ? ഇവന് ലാനത്ത് കൊണ്ടല്ലാതെ ഇവനെ ഓർക്കുകയില്ല. അതുകൊണ്ട് ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നിന്റെ ശത്രു, നിന്നെ പിന്നെ വെറുക്കുന്ന ഈ കക്ഷി തന്നെയാണ് അബദ്ധറായിട്ടുള്ളത്, എല്ലാ നന്മയും നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ ഈ 3 ആയത്തുകള് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മുടെ 1-ാം ജുസ് അവസാനിക്കാൻ ഇനി ഒരു 5 സൂറത്തും കൂടിയേ ഉള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ തബ്ബത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 6 സൂറത്തും കൂടിയുണ്ട്. ഇത് ഒരൊറ്റ വീഡിയോയിലാക്കി ഒതുക്കാനേ ഉള്ളൂ. പക്ഷെ അല്പം വിശദീകരിക്കാനുള്ളത് കൊണ്ട് സമയദൈർഘ്യം ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഓരോ സൂറത്തുകളും വെവ്വേറെ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സൂറത്തുകൾ എടുക്കാം. ഈ 1-ാം ജുസുവിന്റെ താഴെയുള്ള ഈ ജുസുവിലുള്ള സൂറത്തുകൾ എടുക്കാൻ തന്നെ കാരണം അതിന്റെ ഇത് നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ആയത്തുകളായതുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അത് കഴിയാറായി. ഇനി 4-5-6 സൂറത്തും കൂടിയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.